ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജനറൽലെസ്സുമാണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, നമുക്ക് നോക്കാം ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു റൈറ്റ് നൗ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു. സോറി, കാർഡ്സ് നമുക്ക് അറേഞ്ച്മെൻറ്റ്സ് തെറ്റിപ്പോയിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് ഷഫിൾ ചെയ്ത് നോക്കാം. What do they think about you? What do they think about you? ഈ ഒരു സമയത്ത് അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. What do they think about you right now? What do they think about you? ഓക്കെ, ഒത്തിരി എനർജീസ് വരുന്നുണ്ട്. ഒത്തിരി പേരും അറിയാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരു റീഡിംഗ് ആയിരിക്കാം. ഓക്കെ, തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ വളരെയധികം നെഗറ്റീവായിട്ട് ബാധിക്കുന്ന രീതിയിലുള്ളൊരു സിറ്റുവേഷനിലൂടെയാണ് അവർ കടന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കാം. അവർ എത്ര ശ്രമിച്ചിട്ടും നിങ്ങളുടെ ആ ഒരു സ്പേസ് അങ്ങനെ തന്നെ ശൂന്യമായിട്ടിരിക്കുന്നുണ്ടാവാം. അതായത് ഇപ്പോൾ നിങ്ങളുമായിട്ടൊരു നോ കോൺടാക്റ്റിലോ സെപ്പറേഷനിലോ ആണെന്നുണ്ടെങ്കിൽ അവർക്കത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അവർക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും അവർ എന്തിലേക്ക് സന്തോഷം നേടിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർക്കൊന്നിനും തന്നെ പറ്റുന്നില്ല. അവിടെ ആ ഒരു സ്പേസ് അങ്ങനെ തന്നെ ഇംബാലൻസ് ആയിട്ട് അവരുടെ ലൈഫ് നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആൻഡ് അവർ നിങ്ങളറിയാത്തതായിട്ടുള്ള ഒരുപാട് സീക്രട്സ് അവരുടെ ലൈഫിൽ ഓൾറെഡി ഉണ്ട്. അതിൻ്റെ പേരിൽ സെപ്പറേഷനിൽ പോയിട്ടുള്ളവരുണ്ടെങ്കിൽ ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളെ അറിയിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ്. ഒരു പക്ഷേ അത് നിങ്ങളെ ഈ പേഴ്സണുമായിട്ട് ഒന്നിപ്പിക്കുന്നതിനുള്ളൊരു റീസൺ തന്നെയായിരിക്കാം. ആൻഡ് അത്രയും അവർ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ച്. അതായത് നിങ്ങളവർക്ക് കൂടുതലായിട്ട് നിങ്ങൾക്കൊരു കംഫർട്ട് തരാൻ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബെറ്റർ ലൈഫ് തരാനായിട്ടാണ് അവരൊരു പക്ഷേ നിങ്ങളെ വിട്ട് മാറി നിൽക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അവഗണന തന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവർ ചിന്തിക്കുന്നത് അങ്ങനെ ഒരു ത്യാഗം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അവർ നടത്തിയിട്ടും അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. നിങ്ങളെപ്പോഴും ആ ഒരു കാര്യങ്ങൾ, ആ പ്രസൻറ്റ് ടൈമിലുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഫ്യൂച്ചറിലുള്ള കാര്യങ്ങൾ കൂടി ചിന്തിക്കുന്നത് കൊണ്ടായിരിക്കാം അവർ ചിലപ്പോൾ കുറച്ച് റൊമാൻറ്റിക് അല്ലായിരിക്കാം. ഇങ്ങനെ ഒത്തിരി പ്രോബ്ലംസ് ഇവിടെ കാണുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് ഡെഫിനറ്റ്ലി ഫിനാൻഷ്യലി ആയിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് കാണുന്നുണ്ട്. ഈ വ്യക്തി ആ ഫിനാൻഷ്യൽ ആ ഒരു പ്രശ്നങ്ങൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനാണ് മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അവരുടെ ആ പ്രശ്നങ്ങളെല്ലാം തന്നെ അവർ മറികടക്കും എന്നുള്ളതും ഒരു ബ്ലോസമിങ് അബണ്ടൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവും എന്നുള്ളതാണ് ഈ കാർഡ് വ്യക്തമാക്കുന്നത്. വളരെ ശക്തമായ മാറ്റങ്ങളിലേക്കാണ് നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു മാറ്റം എന്ന് പറയുന്ന ആ മാറ്റത്തിൻ്റെ പടിവാതിലിലാണ് നിങ്ങൾ രണ്ടുപേരുള്ളത്. നിങ്ങളുടെ പേഴ്സൺ കൂടുതലായിട്ട് ശ്രമിക്കുന്നത് കൊണ്ട് തന്നെ അവർ ആ ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിപ്പെടുമെന്ന് തന്നെയാണ് പോസിറ്റീവായിട്ട് എടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഉള്ള സിറ്റുവേഷനിൽ ഒരു പക്ഷേ തേർഡ് പാർട്ടി എനർജിയിലാണെന്നെങ്കിൽ പോലും അവർ ആ സിറ്റുവേഷനിൽ ഒട്ടും തന്നെ അവർ നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അവർക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരണം എന്നുള്ളൊരാഗ്രഹമാണുള്ളത്. തേർഡ് പാർട്ടി എനർജി ഉണ്ട് എന്നുള്ളതാണ് നെക്സ്റ്റ് കാർഡ് വ്യക്തമാക്കുന്നത്. നമ്മൾ പറഞ്ഞതേ ഉള്ളൂ, ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൻ്റെ ഒരു ഇടപെടൽ കൊണ്ടാണ് ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഈ ഒരു തകർച്ച സംഭവിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ പോലുള്ള കാര്യങ്ങൾ വന്നിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് റീസൺ കാണിക്കുന്നുണ്ട്. ആ വ്യക്തി നോ കോൺടാക്റ്റിലാണ്, ഫോഴ്സ്ഫുള്ളി ഉള്ള നോ കോൺടാക്ട് സിറ്റുവേഷനാണ്. അവർക്ക് നിങ്ങളുടെ അരികിൽ വരാൻ കഴിയാത്ത രീതിയിലൊരു സെപ്പറേഷൻ അവിടെ കാണുന്നുണ്ട്. ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത് ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു പേഴ്സൺ തന്നെയാണ്. ഓക്കെ, പക്ഷെ അവർ ആ സാഹചര്യത്തെ അതിജീവിക്കും, അതിലൊരു വിക്ടറി ഉണ്ടാവും എന്നും ഇവിടെ വ്യക്തമായി കാണുന്നുണ്ട്. പക്ഷേ അവർ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ അവരുള്ള സാഹചര്യത്തിൽ അവർ സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണുള്ളത്. അവർക്ക് ഒരു മൂമെൻറ്റ് പോലും എടുക്കാൻ പറ്റുന്നില്ല, ഒരു ആക്ഷൻ പോലും എടുക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്കും അവർ സ്റ്റക്കായിട്ടുള്ളത് സിറ്റുവേഷനാണ് കാണുന്നത്. പക്ഷേ അവരുടെ മനസ്സ് നിറയെ നിങ്ങളുമായിട്ട് ഒരുമിച്ച് ചേരണം, ഒന്നിച്ച് ലൈഫ് ലീഡ് ചെയ്യണം, ഹാപ്പി ആയിട്ടുള്ളൊരു
ഫാമിലിയോടുകൂടി നിങ്ങളുമായിട്ടുള്ള ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആഗ്രഹമാണ് കാണുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് കാർഡ് കൂടി നോക്കാം. യെസ്, അത്രയും അവർ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട്, നിങ്ങളെ കെയർ ചെയ്യുന്നുണ്ട്, നിങ്ങളെ എന്താണ് സീക്രട്ടായിട്ട് അവർ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റുള്ള വ്യക്തികളിലൂടെയോ സോഷ്യൽ മീഡിയയിലൂടെയോ ഒക്കെ നിങ്ങളെ അറിയാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവർ അറിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആ ഒരു പ്രസൻറ്റ് ടൈമിലുള്ള എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ എത്ര നാൾ സെപ്പറേഷനിലാണെന്നുണ്ടെങ്കിലും അവർ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, യെസ്, അതിൽ തീർച്ചയായിട്ടും അത് നിങ്ങളും ഈ വ്യക്തിയുമായിട്ടുള്ള ആ ഒരു ഡിവൈൻ കണക്ഷനാണ് അവിടെ കാണിക്കുന്നത്. ആ ഒരു സോൾ കണക്ഷൻ നിങ്ങൾ ഈ വ്യക്തിയുമായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ വ്യക്തിയിൽ നിന്നും എത്ര ഡിസ്റ്റൻസിൽ പോയിട്ടും ആ വ്യക്തി നിങ്ങളുടെ പിന്നാലെ എത്തിച്ചേരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുമുട്ടുന്ന ആ ഒരു, ചിലപ്പോൾ നിങ്ങൾ അറിയാതെ, ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് ഡിസ്റ്റൻസിലാണെങ്കിലും ആ ഒരു സിറ്റുവേഷനിൽ അവരുടെ പ്രസൻസ് അവിടെ ഉണ്ട്. അവർ മറ്റൊരാളിലൂടെ നിങ്ങളെക്കുറിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പ്രണയബന്ധമാണ്. ഏഞ്ചലിക് ലവ് ആണ് ഇവിടെ കാണിക്കുന്നത്. അതായത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ, നിങ്ങൾ ഡൗട്ട് ചെയ്യുന്ന പോലെയൊന്നും അല്ല, ആ വ്യക്തിയുടെ ജെന്യുവിൻ ആയിട്ടുള്ളൊരു പ്രണയം തന്നെയാണെന്ന് മനസ്സിലാക്കാം. അവർ എന്തിനും തയ്യാറായിട്ടിരിക്കുന്നൊരു സിറ്റുവേഷനാണ്. അതായത് എന്തൊക്കെ നശിച്ചാലും അല്ലെങ്കിൽ എന്തൊക്കെ തകർന്നു പോയാലും, ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയാൽ അവർക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടാലും അവർ നിങ്ങളെ നേടിയെടുക്കും എന്നുള്ളൊരു ചിന്തയിലാണുള്ളത്. ഓക്കെ, പക്ഷേ അവർക്ക് മുന്നിലെ തടസ്സങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. പക്ഷെ അവർ മറ്റൊരു പാത്ത് ചൂസ് ചെയ്യുന്നതിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള പോസിബിലിറ്റീസും ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ചെറിയ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.